ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നമ്മൾ കർണാടക ഇൻറ്റീരിയർ വില്ലേജുകളൊക്കെ യാത്ര ചെയ്തിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഞാൻ ചൗദള്ളി എന്ന് പറയുന്ന മറ്റൊരു കർണാടക വില്ലേജിലാണ് എത്തിയിട്ടുള്ളത്. വില്ലേജുകളുടെ പേരുകളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും. ഈ ഗ്രാമപ്രദേശങ്ങൾക്കൊക്കെ ഹള്ളി ഹള്ളി എന്നുള്ള പേരുകളാണ് വരിക. അപ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ടാവും. ചില സമയത്ത് നമ്മൾ ആദ്യം പോയി കണ്ട പേരിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, വേറെ ഗ്രാമങ്ങൾക്കും അതേ പേരൊക്കെ ഉണ്ടാവും. പക്ഷെ പേരിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഗ്രാമം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ പ്ലേസുകളുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ചൗദള്ളി എന്നൊക്കെ പറയുന്നത് ഒരു ഇൻറ്റീരിയർ പ്ലേസ് ആണ്. അതായത് പരിസരത്തൊന്നും ടൗണുകളൊന്നും ഇല്ല. ഇതൊക്കെ ചാമരാജനഗറിലുള്ള ഓരോ വില്ലേജുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ വില്ലേജുകളൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകും. കാരണം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതല്ല. കാരണം പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത ജനങ്ങളാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊന്നും ഈ പുറത്തുനിന്ന് വരുന്നവരോട് ഇടപഴകിയുള്ളൊരു പരിചയം ഉണ്ടാവില്ല. പുതിയ ആളുകളെ കാണുമ്പോൾ ഒരു സംശയത്തോടു കൂടി മറ്റല്ലെങ്കിൽ ഒരു ഭയത്തോടു കൂടിയൊക്കെ നോക്കുന്ന ചില സ്വഭാവ രീതികളൊക്കെ ഉണ്ട്. അത് കുറേ മുമ്പായിരുന്നു കുറെ കൂടുതലെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ ചൗദള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ചൗദള്ളീൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. ഏതായാലും ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വീടിന് മുമ്പിൽ ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റോഡുണ്ട്. ഈ റോഡിലൂടെ ബസ് സർവീസൊക്കെ ഉള്ളതാണ്. പല സമയത്ത് ഇവിടെ ബസ്സൊക്കെ വരുന്നൊരു വില്ലേജാണ്. ചെറിയ ചെറിയ വീടുകളും മറ്റൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ സാധാരണ കർണാടക വില്ലേജുകളൊക്കെ സന്ദർശിക്കുമ്പോഴാണ് സെയിം ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം ചുറ്റുഭാഗവും ഗ്രാമപ്രദേശങ്ങൾ ഇങ്ങനെ വൃദ്ധരായ കുറേ ആളുകൾ ഒക്കെ കൂടുതലായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വില്ലേജ് തന്നെയാണിത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പരിസരത്തൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. വീടുകൾ ഒരുപാടുണ്ട്. ഇവിടെ മെയിനായിട്ട് ഈ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നത് മാത്രമല്ല, ഇവർ കൂടുതലായിട്ട് പശുക്കൾ വളർത്തുന്ന ഒരു വില്ലേജാണ്. നമുക്ക് എല്ലാ വീട്ടിലും പശുത്തൊഴുത്തുണ്ട് മുമ്പിൽ തന്നെ. പിന്നെ ഈ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ചാണകത്തിൻ്റെ സ്മെല്ലാണ് നമുക്ക് കൂടുതലായിട്ടുണ്ടാവുക. കാരണം റോഡിലൊക്കെ ചാണകം ഇങ്ങനെ ഉണ്ടാവും, വീട്ടിലുണ്ടാവും, വീട്ടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഒരു ഗ്രാമീണമായ അന്തരീക്ഷം ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. വീടുകളെല്ലാം കുറച്ച് വീടുകളേ ഉള്ളൂ. പക്ഷെ എല്ലാ വീടുകളും ഒരേ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ബാക്കിയെല്ലാം കൃഷി ലാൻഡായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഗ്രാമത്തിനെ കുറിച്ച് അവരോട് ചോദിച്ചു മനസ്സിലാക്കി. ചൗദള്ളി എന്നുള്ളത് ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ ഒരു 280 വീടുകളുണ്ട്. ടോട്ടലായിട്ട് 280 വീടുകളുണ്ട്. പിന്നെ കൃഷിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഉപജീവന മാർഗം. എല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. കൂടുതലായിട്ട് മഞ്ഞൾ, കടല, അതുപോലെ തന്നെ സാധാരണ നമ്മളിവിടെ കാണുന്നല്ല ഉരുളക്കിഴങ്ങ്, ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ಇರಿക്കുന്നതാണ്. ನಿಮ್ಮಿರೆಲ್ಲ ವ್ಯವಸಾಯಿಗಳು. ಓಕೆ, 2 ಸ್ಕೂಲ್ ಇದೆ ಇಲ್ಲಿ. ಅಲ್ಲಿ ಶಿವಪುರ ಅಂತ, ಇದು ಒಳ್ಳೆಪುರ ಇಲ್ಲ, ಅಲ್ಲಿ ಶಿವಪುರ ಸ್ಕೂಲ್ ಹುಡುಗೆಲ್ಲ ರೋಡಲ್ಲಿ ಬಂದು ನಿಂತ್ಬಿಟ್ಟು ಸ್ಟ್ರೈಕ್ ಮಾಡ್ತಾರೆ. ಬೆದ್ದ ಗಾಡಿಗಳೆಲ್ಲ ಬಿಡಿಲ್ಲ ಅವ್ರಿಗೆ. എന്തൊക്കെ ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് അവിടെ ശിവപുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഈ ഗ്രാമത്തേക്ക് ആകെ വരുന്ന 2-3 ബസ്സുകളുണ്ട് ഈ രാവിലെ സമയത്ത്. ആ ബസ്സുകളൊക്കെ തടുത്ത് വെച്ച് നിർത്തിയിട്ട് ഇവിടുത്തെ സ്കൂൾ കുട്ടികളെ ഇറങ്ങി സമരം ചെയ്യണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സത്യത്തിലൊന്ന് പേടിച്ചു, നമ്മളെ വിടൂലേന്ന് വിചാരിച്ചു. പക്ഷെ ചെറിയ വണ്ടികളൊക്കെ വിടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ വണ്ടി ബൈക്ക് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ പോന്നു. അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വില്ലേജിൽ എത്തിയത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു വില്ലേജ് ഇവിടെ അവസാനിക്കും. വീടുകളൊക്കെ ഈ സൈഡാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊരു ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. എന്താ സംഭവം എന്നറിയില്ല. ഒരു ചെറിയ ഇങ്ങനെ പ്രതികരിക്കാന്നറിയില്ല. ചിലർ കുറച്ചു നേരം നോക്കിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. ഇവിടെ അംബേദ്കർ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അവർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തോ സംഘടനയാണോ അത് വില്ലേജിന് അംബേദ്കർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പേരിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ട്. അതായത് പാത്ര കച്ചവടമാണ്. ഇത് പുറത്തു നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു രീതി കണ്ടില്ലേ. ഒരു വണ്ടിയിൽ മൊത്തം പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യും. ഗ്രാമവാസികളൊക്കെ മേടിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1-2 കടകളുണ്ട്, ഈ ഇതുപോലത്തെ കടകൾ, ഈ കാണുന്ന. പിന്നെ ബേക്കറി ഷോപ്പുകളൊക്കെ ഉണ്ട്. കൂടുതൽ കടകളൊന്നുമില്ല. പക്ഷെ ഇവരെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇവർ പോകുന്നത് വേറെ ടൗണിലേക്ക് പോകും. ഇവിടെ ബൊമ്മലപുരം എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ പോയിട്ടാണ് ഇവർ തുണി ഒക്കെ മേടിക്കാനൊക്കെ പോകുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു വില്ലേജിൽ ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ട്. 2 സ്കൂളുണ്ട്. അതായത് പ്രൈമറി സ്കൂളും ഉണ്ട്, ഹൈസ്കൂളും ഉണ്ട്. അങ്ങനെയാണ്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ വീടുകൾ പശുക്കളെ വളർത്തുന്ന വീടുകളാണ്. എല്ലാ വീടിനും മുമ്പിലും ഉണ്ടാവും കാള കെട്ടുന്ന കാളവണ്ടി ഒക്കെ ഉണ്ട്. അപ്പുറത്തേക്കൊക്കെ കണ്ട വീടുകൾ. ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തത്തിൽ ടോട്ടലായിട്ട്.
ഇത് നമ്മളുടെ യാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ളവർ സഹകരിക്കുക. നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി തേയിലപ്പൊടികൾ, അതുപോലെ തന്നെ കുരുമുളക്, ഏലം ഒക്കെ ഇത് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് സഹിതം തരികയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു ತರುವುದಾയിരിക്കും. ಪಟ್ಟುನೂರು ಸಹകരിക്കുക. ನೀನು ಏನು ಕೆಲಸ ಮಾಡ್ತಿರಲ್ಲ? ನಾವು ವ್ಯವಸಾಯ. ವ್ಯವಸಾಯ. ಇಲ್ಲಿ ಮನೆಯಲ್ಲೆಲ್ಲ ಯಾರು ಮಾಡ್ತಾರೆ? ಹೊರಗಡೆ ಬಂತು ಜನ ಬಂದು ಮಾಡ್ತಾರಾ ಇಲ್ಲ ಹೊರಗಡೆ ಯಾರು ಎಲ್ಲ ವೀಡು ಒರೇ ಸೇಮ್ ಎಲ್ಲ ಇಲ್ಲಿಂದ ಕೆಲಸ ಮಾಡ್ತಾರ? ಓಕೆ ಓಕೆ. ಇದು ದೇವಸ್ಥಾನ ಚಿನ್ನ ಪೆದ್ದ ದೇವಸ್ಥಾನ ಇಲ್ವಾ ಇಲ್ಲಿ? ಯಾವುದೋ ಬಿದ್ದ ದೇವಸ್ಥಾನ ಇಲ್ಲ ಇಲ್ಲ ಇದೆ ಇದೆ. ಇದು ಸ್ಕೂಲ್ ಅದೇ ಕಾಲೇಜು. ಇದು ಕಾಲೇಜು? ಇದು ನಿಮ್ ವಿಲೇಜ್ ಅಲ್ಲಿ ಕಾಲೇಜ್ ಇದೆ? ನೋಡ್ಬೇಕು ಇದು ಸೈಡ್. ಓಕೆ ಓಕೆ. ಇದು ಗಾಡಿಗಳೆಲ್ಲ ಇಲ್ಲಿ ಎತ್ತಿನ ಗಾಡಿ ಎಲ್ಲ ಕಟ್ಕೊಂಡ್ ಮಾಡ್ತಿದ್ವು, ಎಲ್ಲ ಮಾಡಲ್ಲ. ആട്ട ಬಂದ್ಬಿಟ್ಟಲ್ಲ, ആട്ട തക്കത്തി. ഹൗദൗദു. നമ്മുടെ ആൾക്കാരൊക്കെ വളരെ അതെ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ പോയി നോക്കാൻ വേണ്ടി പറയാണ്. ഇവിടെ ഈ കാളവണ്ടികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഗ്രാമമാണിത്ര. ഇപ്പോ അധികം ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ റോഡൊക്കെ വന്നിട്ട് ശേഷം ഓട്ടോറിക്ഷകളൊക്കെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ഇതുപോലത്തെ വണ്ടികളൊക്കെ സൈഡായി കിടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഇതിവിടെ ഈ വില്ലേജിൽ ഒരേ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ. ഈ ഒരു അമ്പലം, ഈ ഒരു ആൽമരവും കണ്ടില്ലേ? ആൽമരമാണെന്ന് അറിയില്ല. മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ അമ്പലം. ഹായ്. അതൊരു ആഗ്രഹം. ഇത് ഏതോ റൈറ്റ്. പേര് ശിവൻ. മൂപ്പർക്ക് മലയാളം അറിയട്ടോ? മൂപ്പര് കുറച്ചറിയല്ലോ. എനിക്ക് കുറച്ച് കന്നഡ അറിയാം. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്ന നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നില്ലേ? അതേപോലെ ശിവണ്ണന് പിന്നെ മായാർ അല്ലേ? മായാറ് ഉള്ള ആളാണ്, നമ്മുടെ നാട്ടുകാരനാണ്. പുള്ളി ഇവിടെ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ വീട്ടിൽ വന്നു. ഇങ്ങനെ ഇവിടെ വന്ന് മോർണിംഗ് വൈബൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ് അല്ലേ? അത് സ്കൂളല്ലേ? അപ്പൊ ഇതാണ് സുഹൃത്തുക്കളുടെ സ്കൂള്. അപ്പോ +2 വരെയുള്ള 12th വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂള് ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ തവണ ഒരാൾ പറഞ്ഞിരുന്നു ഇവിടെ കോളേജ് ഉണ്ട്. ഉദ്ദേശിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കാരണം ചെറിയ സ്കൂളുണ്ട്, അത് സ്കൂളും ഇത് കോളേജും നമുക്ക് മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഇതിവിടെ +2 വരെയുള്ള ഒരു സ്കൂള് ഉണ്ട്. ഇതൊക്കെ വില്ലേജിന്റെ ഉൾഭാഗത്തേക്കുള്ള സ്ഥലങ്ങളാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശിവണ്ണ നമ്മളെ കൂടെ വന്നതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പോവാം. ലാംഗ്വേജ് പ്രോബ്ലം അല്ല, ഒരു പ്രശ്നമില്ല. കണ്ടോ, ഇവിടെ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ആടിനൊക്കെ വളർത്തില്ല എല്ലാവരും. ആട് പശു. അതെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? മിക്ക വീടുകളിലും. ഭാര്യ വീടാ? നിങ്ങളെ വൈഫിന്റെ വീട് എവിടെ? ഏത്? ഇതോ? അത് ശരി. ബ്ലൂ കളർ പെയിന്റ് അടിച്ചത് ശിവണ്ണന്റെ വൈഫിന്റെ വീടാണ്. ഓക്കെ. എത്ര ദിവസമായി വന്നിട്ട് ഇപ്പൊ നിങ്ങള്? ഇന്നലെ. എങ്ങനെ ഒരു ബസ്സിന് മായാർന്ന് അങ്ങനെ കേറി അങ്ങനെ വരും അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഈ വില്ലേജിന്റെ മറ്റൊരു ഭാഗം. ഇതിന്റെ പുറകോട്ട് സ്കൂൾ കോമ്പൗണ്ട് പുറത്തേക്കൊക്കെ ഈ ഒരു ഇതൊക്കെ വീടാണ്. ഈ അവസാനൊക്കെ ഇതൊക്കെ വീടല്ലേ? ഓ, ഈ വീട്. ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വീട്. കണ്ടില്ലേ? ആൾട്രേഷൻ ചെയ്തതാണെന്ന്. പിന്നെ ഇതിന്റെ പുറത്തേക്കൊക്കെ ഉണ്ടോ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങള്. ഓ, ശിവണ്ണന്റെ ട്രാക്ടറാണ് ഇവിടെ. ഇവർക്കൊക്കെ കൃഷിയുണ്ട് കേട്ടോ. കൃഷിക്ക് ഏറിടുന്നത്. പിന്നെ ഇവിടെ കാളകൾ ഒരുപാടുണ്ട്. കാള ഏറ് പൂട്ടണ കാണണമെങ്കിൽ രാവിലെ 7 to 8 അല്ലേ? ആ സമയം 8 മണിയാകുമ്പോഴത്തേക്ക് ഏറ് പൂട്ടി കഴിഞ്ഞ് പോകത്ര. അപ്പൊ അതിരാവിലെ എന്നാൽ മാത്രമേ കാള ഏറ് പൂട്ടുന്നതും കാളവണ്ടികൾ വരിവരിയായിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സമയം ഏകദേശം 11 മണിയായി. ഇപ്പോൾ മഴക്കാറൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ വെളിച്ചമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ ഗ്രാമത്തിലത്തെ
നമ്മളെ ഈ നാട്ടുകാരാണ് ഇവരൊക്കെ. നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വന്നതാണ്. ಊರು ಅಂಗಡಿ ಅಲ್ಲ, ಇದೇನು ಅಂಗಡಿ? ಬೇಕರಿ, ಸ್ಟೇಷನರಿ ಎಲ್ಲ ಇದೆ. ಬೇಕರಿ, ಸ್ಟೇಷನರಿ, ಜಿಪೇ ഉണ്ട് കേട്ടോ. ಜಿಪೇ, QR ಎಲ್ಲ സ്ഥലത്തുണ്ട്. ಓಕೆ, ಇದು ಓನರು, ಇದು ನಿಮ್ಮ ಮನೆ ಕಡೆ ಎಲ್ಲ ಅಂಗಡಿ. ഇത് സ്കൂളിന്റെ എൻട്രൻസ്. നല്ല ഗ്രൗണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂള് കെട്ടിട ആ ഭാഗത്താണ്. ഓക്കെ, ഇവിടെ ഒരു ഹോസ്പിറ്റൽ കൂടെ ഉണ്ട് ഇവർക്ക്. ഹോസ്പിറ്റൽ നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ ചൗഡല്ലി, ഉണ്ടിപ്പുര, ബെളവാടി, അതൊക്കെ ചേർന്നിട്ടുള്ള എല്ലാ ഗ്രാമങ്ങളുടെയും ഒരു പഞ്ചായത്ത് ഓഫീസാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ ഒരു ഹോസ്പിറ്റൽ കൂടെ ഉണ്ട്. ലൈബ്രറി, ഇത് ലൈബ്രറിയാണ്. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ ഇത് ഹുണ്ടിപ്പുര എന്ന് പറഞ്ഞൊരു വില്ലേജിന്റെ പ്രദേശത്തേക്ക് എത്തി. നമ്മൾ അതിൻ്റെ അതിർത്തി വിട്ടു. ചൗഡലിൻ്റെ അതിർത്തി വിട്ട് നമ്മൾ ഹുണ്ടിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഈ റോഡിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഹുണ്ടിപ്പുര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അല്ലേ, ഇത് പ്രൈമറി സ്കൂള്. 5ാം ക്ലാസ് വരെയുള്ള ഇത് പ്രൈമറി സ്കൂളാണ്. കുറച്ച് നീറ്റായിട്ടുണ്ട് സ്കൂളൊക്കെ കാണാൻ, അടിപൊളി. ഓക്കെ, വില്ലേജിലൊരു ഹോസ്പിറ്റലും ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ കെട്ടാണ് ഈ കാണുന്നത്. അടിപൊളി ഹോസ്പിറ്റലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അഡ്മിറ്റ് ഒക്കെ അല്ലേ? അതൊന്നുമില്ല, അഡ്മിറ്റ് ഇല്ല, ഡിസ്പെൻസറി മാതിരി. ഓക്കെ ഓക്കെ, ഡിസ്പെൻസറി പോലെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കെട്ടാണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ, ഡെലിവറി ഒന്നുമില്ല. ഓക്കെ 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 ഓക്കെ, അതൊക്കെ ഇവിടുന്ന് ടൗണിലേക്ക് പോകണം. ഡെലിവറിയും മറ്റും എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ടൗണിലേക്ക് പോകണം. ഇത് ഇവിടെ ഇങ്ങനെ അപ്പുറത്തൊരു മിൽമ ഉണ്ട്. മിൽമ മീൻസ് ഇവിടുത്തെ നന്ദിനി മിൽക്ക്, അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു വില്ലേജാണ് ഈ ചൗഡാപുര എന്ന് പറയുന്ന സ്ഥലം. ചൗഡല്ലി എന്ന് പറയുന്ന സ്ഥലം. നമ്മളിവിടെ കുറേ സ്ഥലത്ത് കൃഷി ഒക്കെ കണ്ടു ഇതിന് മുമ്പ്. അപ്പോൾ നമ്മള് കറണ്ട് ഉണ്ടാവില്ലേ? ഈ സമയത്തുണ്ടാവോ? ആട് വരുമ്പോ ഒന്ന് ആടും മാടും. അതെ അതെ അതെ, ഇത് ബീൻസിന്റെ വള്ളി പടർത്തിട്ടിരിക്കുന്ന പന്തല്. അതിന്റെ ഒരു ചെറിയൊരു സ്പോട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ കണ്ട ഈ കാണുന്ന വള്ളിയിലെല്ലാം ബീൻസ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. ഒരുപാട് ഇത് എടുക്കാനായോ? ആയിട്ടില്ലല്ലേ? ആയോ അല്ലേ? ആ ശരി ശരി, ബീൻസ് പറിക്കാനായിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട സുഹൃത്തുക്കളെ, ഇത് ബീൻസ് ഇപ്പൊ ആയി, ഏകദേശം പറിക്കാനുള്ള കണ്ടീഷനിലായിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. മൊത്തം മുളകാണ്, പച്ചമുളക്. പച്ചമുളക് കാണിച്ചു തരാം. കണ്ടില്ലേ, പച്ചമുളക് ഒക്കെ ആയിട്ടുണ്ട്. ചെടികളൊക്കെ ഉണ്ട്, എല്ലാ ചെടികളിലും ഉണ്ട് പച്ചമുളക്. ഉണ്ടല്ലേ, തെങ്ങൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഏത്? ഓ, അതിപ്പോ ഇത് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ആ അത് ശരി, അത് ശരി. ബീൻസിന്റെ ഇതാണ് കൃഷി തുടങ്ങുന്നതാണ്. നമ്മളിപ്പോൾ അവിടെ കണ്ടത് ഏകദേശം പറിക്കാറായിട്ടുള്ള സ്റ്റേജിലുള്ളതാണ് ഇത്. പക്ഷെ ഇപ്പോൾ പന്തലൊക്കെ ഇട്ടിട്ട് വള്ളി പടർത്താനുള്ള കയറൊക്കെ കെട്ടി വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ വള്ളിയിലൂടെ ഇങ്ങനെ പിടിച്ചു കയറി ഈ കമ്പിയിലൊക്കെ ഇങ്ങനെ പടർന്ന് തൂങ്ങിക്കിടക്കും. അപ്പോൾ അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബീൻസ്. എത്ര സമയം എടുക്കും ബീൻസ് ആവാൻ വേണ്ടിയിട്ട്? 100 ദിവസം, 90 ദിവസം. 90 ദിവസം ആകുമ്പോഴത്തേക്ക് ബീൻസ് റെഡി ആവും ഈ സാധനത്തിലൊക്കെ.
അപ്പൊ ഇനിയിപ്പോ ഒരു 1.5 മാസമായി. 1.5 മാസം ഇനി 1.5 മാസം ആകുമ്പോ ബീൻസ് റെഡി. ഓക്കെ 90 വാഴ നമ്മുടെ ഇങ്ങോട്ട് വാഴ കൃഷി കുറേ ഉള്ള സ്ഥലമാണ്. ഇവിടെ വാഴ ചില ഭാഗത്ത് നമ്മുടെ എന്താണ് അങ്കളിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വാഴ ഇല്ല. അവിടെ ഭയങ്കര കാറ്റാണ് അത്ര, അവിടെ വാഴ വെക്കാൻ പറ്റും. വാഴ പക്ഷെ ഈ ഭാഗത്തേക്ക് കാറ്റ് കുറവാണെന്നല്ലേ, അതുകൊണ്ട് ഇവിടെ വാഴ കൃഷി കൂടുതലുണ്ട്. അതാണ് മേട്. പകൽ സമയത്തും ഇവിടെ ഈ കമ്പിയിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും. കാരണം ഈ ആടുകളും മാടുകളൊക്കെ മേഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പകൽ സമയത്ത് ഇവർ ഇത് ഓൺ ചെയ്ത് വെക്കും. ആക്സിലേറ്റർ ഉണ്ട്. ഇത് സാധനം നമ്മള് നിലം ഉഴുതു മറിക്കണ ഒരു ചെറിയൊരു മെഷീനാണ്. നമ്മൾ ട്രാക്ടർ, ഒരു മിനി ട്രാക്ടർ അല്ലേ, ഒരു ചെറിയൊരു ട്രാക്ടറായിട്ട് ഇതിനെ ഉപയോഗിക്കും. ചെറിയ ചെറിയ ലാൻഡുകളൊക്കെ ഉഴുതു മറിക്കാൻ ഇത് ധാരാളം. ഓക്കെ ശരി ഇടയിൽ കൂടെ അല്ലേ. അപ്പൊ ഈ ചെറിയ ചെറിയ ഇടകളിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കും. തോരൻ പരിപ്പിന്റെ പാടാണ്, ചെടികളാണ് തോരൻ പരിപ്പ്, പിന്നെ തട്ടപ്പയർ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യും. ഇതിന്റെ ഒക്കെ പാടങ്ങളോടെ ഉണ്ട്. അപ്പോൾ ശിവണ്ണൻ നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തു. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു തന്നു, കൃഷി സ്ഥലങ്ങൾ കാണിച്ചു തന്നു, ഇവിടുത്തെ ഹോസ്പിറ്റല്, സ്കൂള്, പഞ്ചായത്ത് ഓഫീസ്, ലൈബ്രറി, എല്ലാ സംഭവങ്ങളും കാണിച്ചു തന്നു. താങ്ക് യു വെരി മച്ച്. ഇനി വരുമ്പോ കാണാം. ഓക്കെ എന്നാ പോയിട്ടാ. ഓക്കെ ബൈ. അപ്പൊ ശിവണ്ണൻ വന്നോണ്ട് നമ്മൾ ധൈര്യത്തിൽ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോയിട്ട് വേണം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയക്കാരനായിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ശിവണ്ണൻ്റെ കൂടെ 2 റൗണ്ട് ആയിക്കൂടെ കൂടെ ഒക്കെ കറങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു ആരാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് ഒരു ലൈസൻസ് കിട്ടിയ പോലെ ഇതിലൂടെ ആണെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് അത് മിസ്യൂസ് ചെയ്യുന്നില്ല, ഏതിലൂടെ വേണേലും പോകുന്നൊന്നുമില്ല. വില്ലേജുകൾ ഇനിയും ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ഇപ്പം ചൗതള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജിനെ കുറിച്ച് നമ്മൾ ഏകദേശമൊക്കെ ഒരു ധാരണയായിട്ടുണ്ടാവും. നമ്മൾ അതിലൂടെ വന്നു, അത് സൗകര്യങ്ങളെ കുറിച്ചൊക്കെ കണ്ട് മനസ്സിലാക്കി. പിന്നെ ഇതിൻ്റെ വ്യവസായ മേഖലകളിൽ നമ്മൾ പോയിട്ടില്ല. അത്യാവശ്യം കുറച്ച് കൃഷി സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെ പരന്നു കിടക്കുന്ന കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതിരാവിലെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കൃഷി ആക്ടിവിറ്റീസുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് അതിരാവിലെ വരാൻ കഴിഞ്ഞില്ല. മീൻസ് ഇനി ഒരു അവസരത്തിൽ നമുക്ക് അതിരാവിലെ എന്നുള്ള കൃഷി സംബന്ധമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണം. അപ്പോൾ ഏതായാലും ഈ ചൗതള്ളി വെച്ചിട്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചായപ്പൊടി ആവശ്യമുള്ള ആളുകൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നാൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തേയിലപ്പൊടി അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.